ഹായ് ഡീസ്, ഞാൻ ഒരു നെത്തോലി പീര പറ്റിക്കാൻ പോകുന്നു. പീരയാവോ കൂരിയാവോ നമുക്ക് കണ്ടറിയാം. അപ്പം ഇച്ചിരി തേങ്ങയൊക്കെ ഇടാം. തേങ്ങാപ്പീരയൊക്കെ ഇടുന്ന വേവട്ട്. ഇച്ചിരി തേങ്ങാപ്പീര വേവണം. നെത്തോലിക്ക് കുറവാണ്, ഈ വേവ് കുറവാണ്. അടുത്ത് നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് നമ്മുടെ പ്രിയപ്പെട്ട മാങ്കോ, പച്ചമുളക് 2 മതി. എരിച്ചങ്ങ് ചാവും, ഭയങ്കര എരിവുള്ളതാണ്. കറിവേപ്പ്, മാങ്കോ 2 മതി, ഭയങ്കര പുളിയാണ്. ഇത്രയും മതി. പുളിയെന്ന് വെച്ചാൽ മരിക്കും ഗൈസ്. ഇത്രയായി, തിളക്കട്ടെ ഗൈസ്. 2 ഉലുവപ്പൊടി ഇടുവാണേ. നിങ്ങളടുത്ത് ചോദിച്ചിട്ടേ എടുത്തുള്ളൂ. ഇനി ഇച്ചിരി വെളുത്തുള്ളി ഇടുവേ ഗൈസ്. 2 വെളുത്തുള്ളി, തോനെ ഇടത്തില്ലേ. ആവി കയറി, ക്യാമറയ്ക്ക് ചൂടിഷ്ടമല്ല, കയറി. ഓക്കെ ഗൈസ്, ഇച്ചിരി ഒരു നുള്ള് മല്ലിപ്പൊടി ഇടാം, അല്ലെങ്കിൽ ഇത് കൊള്ളൂല്ലേ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. 2 നുള്ളേ ഇതാക്കും, അവിടിരിക്കട്ടെ ഗൈസ്. ഇച്ചിരി ചുരും ചെവയൊക്കെ മാറാനായിട്ട് ഇച്ചിരി പാം ഓയിലാണിത്. ഇച്ചിരി ഇരിക്കട്ടെ. ഇഞ്ചി ഇടാം ഗൈസ്, ഇപ്പോൾ ഇടാം. ഇഞ്ചി ചതച്ചത് ഗൈസ്. നെത്തോലി വൃത്തിയാക്കി വെച്ചേക്കുവാണേ, അതങ്ങിടാം. നെത്തോലി ഭയങ്കര സ്മെല്ലടിക്കും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെച്ചത്. ഓക്കെ ഗായ്സ്, ഇതൊന്ന് ഇളക്കാം. ഒരു കൊച്ചു പാത്രമായതിനെ കൊണ്ട് എനിക്ക് ഇളക്കൊക്കെ അല്പം ഡിഫിക്കൾട്ടാണ്. ബിക്കോസ് ഒരു ചെറിയ മുട്ടയൊക്കെ പൊരിക്കുന്നൊരു ഫ്രൈങ് പാൻ പോലുള്ളതാണ് ഇത്. നെത്തോലിയെ താത്ത് വെക്കട്ടെ. നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇഞ്ചി ഇതുകൊണ്ട് ചെറുതായിട്ട് ഇച്ചിരി ഇട്ടുള്ളൂ. അത്യാവശ്യമെങ്കിൽ നമുക്ക് ഇച്ചിരി കുരുമുളക് കൂടി ഇടാം ഗൈസ്. വേണ്ട, ഇത് വേവട്ടെ. എരി ഉപ്പ് മുളകൊക്കെ ഉണ്ടോ നോക്കട്ടെ. ഹാ, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഓക്കെ, അത് വേവട്ടെ. നമ്മുടെ നെത്തോലി കറി ഫ്രൈ അല്ല, നെത്തോലി കറി സൂപ്പറായിട്ടിട്ട്. കുറച്ചുകൂടെ തുറന്ന് പറ്റിച്ച് കഴിഞ്ഞാൽ ചാറില്ലാതാക്കാം, അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ടിരിക്കും. ഇപ്പോൾ നമുക്ക് ഇത് മതി, ഇങ്ങനെ ചെയ്താൽ മതി. വേണ്ട, മാങ്ങാക്കൂട്ടനും നെത്തോലിയായിട്ടുള്ള കറി ഇരിക്കുന്നത് കണ്ടോ. ഇത് പിന്നെ ഈ ക്യാമറയുടെയാണ്, മഞ്ഞ കളറിൽ തന്നെ ഇരിക്കുവാണ്. അപ്പോഴേ നമുക്ക് ചാഞ്ചാട്ടം നിർത്തി തീ അണച്ചിട്ട് എനിക്ക് ഇച്ചിരി ചീരത്തോരനുണ്ട്. അപ്പോൾ ഗൈസ്, എല്ലാവരും ചോറ് തിന്നാറായല്ലോ അല്ലേ. അങ്ങനെ നമുക്ക് നെത്തോലി ചോറൊക്കെ ഉള്ള ഒരു വീഡിയോ വീണ്ടും കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും ഞായറാഴ്ചയുടെ ആശംസകൾ. ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ഞാൻ തീ ഓഫ് ചെയ്യുന്നു. ടാങ്ക് ഓഫായി. ഇനി ഇവനെ നമ്മൾ അടച്ചു വെച്ച് കഴിക്കാൻ നേരത്തെ എടുക്കും. ബാവും.